Hello guys, welcome to PEPP. Hope you're all doing great. So today I'm here with a new chapter, Sexual Reproduction in Flowering Plants. അപ്പോൾ നമ്മൾ +2 ബയോളജിയിലെ ഈ പ്രാവശ്യത്തെ പുതിയ NCERTലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സോ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബയോളജി എസ്പെഷ്യലി ബയോളജി പഠിക്കുന്ന സമയത്ത് you tend to have a lot of chapters, lot of concepts. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമ്പം there is the chance that you get confused, like sexual reproduction in flowering plants ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉണ്ട്, മേ ബി അവിടെ ഇവിടെ ഒരേ പോയിന്റ്സ് വരാം ആൻഡ് യു ഗെറ്റ് കൺഫ്യൂസ്ഡ്. ലൈക്ക് കുറേ ചാപ്റ്റർ ഒബ്വിയസ്ലി ആവുമ്പം ലൈക്ക് മൊത്തമായിട്ട് ലാസ്റ്റിലേക്കൊക്കെ പഠിക്കുന്ന സമയത്ത് യു ടെൻ ടു ലൂസ് സം കോൺസെൻട്രേഷൻ ഓൺ സം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ നമ്മൾ വായിച്ചു, NCERT വായിച്ചു കഴിഞ്ഞ് സർ അല്ലെങ്കിൽ ടീച്ചർ ആ ലെക്ചർ എടുത്ത് കഴിഞ്ഞാൽ first you have to do is that rather than just copy pasting the lecture the teacher has given, you make your own notes. Like obviously fair note ആയിട്ട് അത് ഉണ്ടായിക്കോട്ടെ, ബട്ട് അതല്ലാതെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഫോർ എക്സാമ്പിൾ എൻട്രൻസ് എക്സാമിന് അല്ലെങ്കിൽ +2 എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ മേ ബി ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയും. അതൊക്കെ യു കീപ് എ നോട്ട് ഓഫ് ഇറ്റ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വെൻ യു ആർ ഹാവിങ് എ ലോട്ട് ഓഫ് pressure to learn all the things together, it's very easy for you to just go through all this short notes you have already made and it's very easy for you. So adinu vendite eppozhum valiya note aayittu ezhudanannalla, just make small points in a sticky note or any paper and keep it aside. Like ningal eppolum കാണുന്ന സ്ഥലത്തൊക്കെ വെച്ച് or paste ചെയ്തു കഴിഞ്ഞാൽ it's for easy for you also to just remind of all those things. അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഒരു നല്ലൊരു ടിപ്പാണ്, നിങ്ങൾക്ക് എപ്പോഴും ഫോളോ ചെയ്യാം ആൻഡ് ഇറ്റ്സ് ഈസി. അതായത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് നോട്ട് ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ് പോയിൻറ്റ്സ്. എസ്പെഷ്യലി ബയോളജിയൊക്കെ ആകുമ്പോൾ ബയോളജി ദർ ആസ് എ ലോട്ട് ഓഫ് തിയറി, കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പം മേ ബി യു ഗെറ്റ് കൺഫ്യൂസ്ഡ്, സോ യു ക്യാൻ ടേക്ക് ദാറ്റ് ആസ് എ ടിപ്പ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ ഓൾറെഡി എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, ടൈപ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എന്താണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ഇൻട്രോ പോലെ പറയുകയാണെങ്കിൽ sexual reproduction in plants occurs when the fusion of male and female gamete occur. ഒരു മെയിൽ ഗെയിമേറ്റും ഫീമെയിൽ ഗെയിമേറ്റും കൂടി ചേർന്ന് അവിടെ ഒരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് സെക്ഷൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഏതാണെന്ന് അറിയണം. ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ്, ആൻഡ്രീഷ്യം, ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ്, ഗൈനീഷ്യം. അപ്പം ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു പുതിയ ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ടാവുന്നത്. ആൻഡ് ഇനിയിപ്പോൾ സപ്പോസ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും, അതായത് ഒറ്റ ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും പ്രസൻ്റ് ആയിരിക്കാം, ഓറൽസ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഇല്ലാതെ ആയിരിക്കും ചെയ്യാം. ഓക്കെ, അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഫ്ലവറിൻ്റെ സ്ട്രക്ചർ. ദേ ആസ്ക് യു ഫോർ യുവർ +2 എക്സാം അറ്റ്ലീസ്റ്റ് ഒരു 3 മാർക്സിനൊക്കെ ഒരു സ്ട്രക്ചർ ഓഫ് ഫ്ലവർ ചോദിക്കലുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സ്ട്രക്ചർ ഓഫ് ഫ്ലവറിൽ എന്തൊക്കെയുണ്ട്, സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്, പിന്നെന്താണ് ആന്തർ ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്, പെറ്റൽ ഉണ്ട്, സെപ്പൽ ഉണ്ട്. Okay, so this is the structure of flower. You should draw and learn this structure. Okay, ഇനി ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, 2 ടൈപ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉള്ളത്. വൺ ഇസ് മെയിൽ ആൻഡ് വൺ ഇസ് ഫീമെയിൽ. സോ ഇറ്റ് ഇസ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. സോ എന്താണ് ആൻഡ്രീഷ്യം, അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിൽ എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി flower and or the plant, and the androecium androecium എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യും, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് whorls of stamen. അതായത് സ്റ്റേമന് കൺസിസ്റ്റ് ചെയ്യുന്ന 2 ഇതാണ്, ഫിലമെൻറ്റും ആന്തറും. ഫിലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ലോങ് സ്ലെൻഡർ സ്റ്റോക്ക്. അതായത് ഇപ്പം നമ്മളിവിടെ കണ്ടില്ലേ, ഈ ഫ്ലവറിൽ നമ്മൾ കണ്ടു ദർ ഈസ് എ ലോങ് സ്ലെൻഡർ, അതായത് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ലോങ് ട്യൂബ് അല്ലെങ്കിൽ ലോങ് സ്ലെൻഡർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വി കോൾ ഇറ്റ് ആസ്
filament. And what is anther? The terminal bilobed structure. This is called anther. ഓക്കെ, ഈ ഫ്ലവറിൻ്റെ ഇവിടെയുള്ള ഈ ബൈലോബ്ഡ് സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ആന്തർ. അപ്പം ഈ ഒരു ലോങ് സ്ലെൻഡറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇറ്റ് ഈസ് കോൾഡ് ഫിലമെൻറ്റ്. ആൻഡ് ഈ ബൈലോബ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? വി കോൾ ഇറ്റ് ആസ് ആന്തർ. ആൻഡ് ഓരോ ലോബും, അതായത് ഈച്ച് ലോബ് ഇസ് ഡൈതീക്കസ്. ഡൈതീക്കസ് എന്ന് പറയുമ്പം 2 തീക്കസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദ ആന്തർ ഇസ് ടെട്രാഗണൽ സ്ട്രക്ചർ. ടെട്രാഗണൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയം ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ് ആൻഡ് ഈച്ച് ലോബ്. ഓരോ ലോബിലും എന്താണ് നമ്മൾക്ക് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാവും. അതും 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു ടെട്രാഗണൽ സ്ട്രക്ചറുമായിരിക്കും. And the microsporangium develop further. ഈ microsporangium develop ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? It becomes pollen sacs and that are packed within pollen grains. pollen grains-ൽ പാക്ക് ചെയ്ത pollen sacs-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? We call it as we call it that means that pollen grain-ൽ എന്താണ് പാക്ക് ചെയ്ത pollen sacs-നെ നമ്മൾ എന്താണ്? It becomes pollen sacs. And how is it becoming a pollen sacs? അതായത് മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്പ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്? It becomes a pollen sac. ഓക്കെ, ഇനി pollen grains. എന്താണ് pollen grains? ലൈക്ക് ഹൗ ഇസ് pollen grain? അതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. It represents male gamete and spherical and having 2-layered wall. അതായത് pollen grain എന്ന് പറയുന്നത് അതൊരു മെയിൽ ഗേമേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ആൻഡ് സ്പെരിക്കൽ, ഇറ്റ് ഇസ് 2-layered wall. സ്പെരിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഇറ്റ് ഹാസ് എ 2-layered wall. ഒന്ന് ഔട്ടർ എക്സൈനും ഒന്ന് ഇന്നർ എക്സൈനും. Outer exine hard layer made up of sporopollen which is extremely resistant and can withstand high temperature, acidic, alkaline condition and enzymes. അപ്പം ഈ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ സ്ട്രക്ചർ, അതായത് അവർ പുറമേയുള്ള സ്ട്രക്ചർ എന്താണ്? ഭയങ്കര ഹാർഡാണ്. ദേ ക്യാൻ റെസിസ്റ്റ് എനി ഹൈ ടെമ്പറേച്ചർ. കാരണം അവരെന്തുകൊണ്ട് ഇത്രയും ഹാർഡ് ആയത്? ബിക്കോസ് പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് എപ്പോഴും ഒരു ഫ്ലവറിൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അപ്പം ഇഫ് ഇറ്റ് ഈസ് വെരി റെസിസ്റ്റൻറ്റ്, അതായത് അവർക്ക് പെട്ടെന്ന് ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും അസിഡിക്കും എൻസൈംസും ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ they can be destroyed. എന്താണ്? പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് പോയാൽ എന്താണ്? അവിടെ റീപ്രൊഡക്ഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഔട്ടർ ലെയർ എന്താണ്? ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് what is it made up of? It is made up of sporopollen. ഈ sporopollen എന്താണ്? ഭയങ്കര റെസിസ്റ്റൻ്റ് ആണ്. ആൻഡ് എത്ര ഹൈ ടെമ്പറേച്ചർ ആയാലും ഈ എത്ര അസിഡിക് ആയാലും ഈവൻ ഇഫ് ദർ ഇസ് എൻസൈംസ് ആയാലും എന്താണ്? അതിനൊക്കെ എന്താണ്? ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്നർ ഇൻഡൈൻ എന്താണ്? ഇറ്റ് ഈസ് വെരി തിൻ ആൻഡ് കണ്ടിന്യൂസ് ലെയർ ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് ഉണ്ടാക്കിയ വെരി സ്മോൾ ഇന്നർ ലെയറിനെയാണ് നമ്മളെന്ന് പറയുക ഇന്നർ ഇൻറ്റൈൻ എന്ന് പറയുക. അതായത് പോളൻ ഗ്രെയിൻസിൻ്റെ 2-layered wall-ന് ഒന്ന് ഔട്ടർ എക്സൈനും ഒന്ന് ഇന്നർ ഇൻറ്റൈനും. ഔട്ടർ എക്സൈൻ ഇസ് മേഡ് അപ്പ് ഓഫ് sporopollen which is very hard and inner intine it is made up of cellulose and pectin and which is very thin and continuous layer. Okay, ഇനി ഒരു മെച്യൂറായ പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് 2 cells. 2 സെല്ലാണ് പോളൻ ഗ്രെയിൻസിൽ ഉണ്ടാവുക. ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും ഒന്ന് ജനറേറ്റീവ് സെല്ലും. സോ വാട്ട് ഈസ് വെജിറ്റേറ്റീവ് സെൽ? വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുമ്പം അത് സൈസിൽ ബിഗറാണ്. ഇറ്റ് ഈസ് ബിഗർ ഇൻ സൈസ് ആൻഡ് ഇറ്റ് റിസർവ്സ് ഫുഡ് ആൻഡ് ലാർജ് ന്യൂക്ലിയസ്. അതായത് അത് ഫുഡ് റിസർവ് ചെയ്യും. അവർക്ക് ലാർജ് ന്യൂക്ലിയസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ സൈസ് എന്താണ്? അതായത് ലാർജ് ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇവരുടെ സൈസ് എന്തായാലും വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് സെൽ. നെക്സ്റ്റ് വൺ ഇസ് ജനറേറ്റീവ് സെൽ. Generative cell comparatively it is smaller in size and it flows in the cytoplasm of the vegetative cell and it has nucleus and it's mitotically divides into 2 male gametes. അതായത് ഇവർ സ്മോളർ ഇൻ സൈസ് ആണ്. ഇവരുടെ സൈറ്റോപ്ലാസം, അതായത് ഇവർ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ അവർ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കും? 2 മെയിൽ ഗെയ്മേറ്റ്സ് ആകും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ
ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈനീഷ്യം. So the gynecium represents the female reproductive part and it consists of whorl of pistils. നമ്മൾ പറഞ്ഞു ആൻഡ്രീഷ്യത്തിൽ it consists of whorl of stamen. ഇവിടെ എന്താണ്? പിസ്റ്റൽ. ഈ പിസ്റ്റലിൽ 3 പാർട്സ് ഉള്ളത്. ഒന്നെന്താണ്? ഇതാ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓക്കെ, സ്റ്റേമന് 2 പാർട്ടാണുള്ളത്, ഫിലമെൻറ്റും പിന്നെന്താ ആന്തറും. യെസ്, ആൻഡ് ഗൈനീഷ്യത്തിൽ 3 പാർട്ടാണുള്ളത്. ദാറ്റ് ഈസ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓക്കെ, ഇനി എന്താണ് സ്റ്റിഗ്മ? അതായത് ഒരു ഫ്ലവറിങ് പ്ലാന്റിൽ പോളൻ ഗ്രെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു സ്പോട്ട്, ആ ലാൻഡിങ് പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്റ്റിഗ്മ. സോ ഇറ്റ് ഈസ് എ ലാൻഡിങ് പ്ലാറ്റ്ഫോം ഓഫ് ദി പോളൻ ഗ്രെയിൻ. ഇനി സ്റ്റൈൽ എന്ന് പറഞ്ഞത് എന്താണ്? അതായത് ഈ സ്റ്റിഗ്മൻ്റെ താഴെയായിട്ട്, സ്റ്റിഗ്മ എന്തായാലും ഒബ്വിയസ്ലി മേലെ ആയിരിക്കും, ഒരു ഫ്ലവറിൽ നിന്ന് ആ പോളൻ ഗ്രെയിൻ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കും. ഈ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റിഗ്മ. ഈ സ്റ്റിഗ്മൻ്റെ താഴെയായിട്ട് ഒരു ലോങ് സ്ലെൻഡർ ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ ട്യൂബ്. ഓക്കെ, ഈ ലോങ് സ്ലെൻഡർ പാർട്ടിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സ്റ്റൈൽ. ഐ ക്യാൻ ഷോ യു. ദിസ് ഈസ് ദ സ്റ്റൈൽ. കണ്ടോ, ഈ ലോങ് സ്ലെൻഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓവറി, അതായത് സ്റ്റിഗ്മ ഇവിടെയാണ്, സ്റ്റൈൽ ഇവിടെയാണ്. ഈ സ്റ്റൈൽ ലോങ് സ്ലെൻഡർ ആയിട്ട് ഇവിടെ ഒരു സ്വള്ളൻ സ്ട്രക്ചർ ഉണ്ടാവും. സ്വള്ളൻ മീൻസ് ഒരു വീർത്ത സ്ട്രക്ചർ. ആ സ്വള്ളൻ സ്ട്രക്ചർ ഓഫ് ദ പിസ്റ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പിസ്റ്റലിനെയാണ് നമ്മൾ ഓവറി എന്ന് പറയുന്നത്. ഈ ഓവറിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്ലാസന്ത. ഓക്കെ, ഈ പ്ലാസന്തയുടെ ഉള്ളിലാണ് ഒവ്യൂൾസ് ഡെവലപ്പ് ആവുന്നത്. ആൻഡ് ഈ പ്ലാസന്തൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഓവറിക്കകത്ത് കുറേ ഒവ്യൂൾസ് ഉണ്ടായിരിക്കാം. ഒന്നുണ്ടായിരിക്കാം, കുറേ ഉണ്ടായിരിക്കാം. ആൻഡ് ദ ഓവറി ഹാസ് 1 or more cavity കോൾസ് ലോക്യൂൾ. ഈ ഓവറിൻ്റെ ഉള്ളിൽ ഒന്നോ അതിൽ കൂടുതലോ ക്യാവിറ്റീസ് ഉണ്ടാവും. ആ ക്യാവിറ്റീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്യൂൾസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദേ ക്യാൻ ആസ്ക് യു ഫോർ എൻട്രൻസ് എക്സാം. The cavities which is inside the ovary is called what? What is it called? It is called as locules. Okay. ഇനി മെഗാസ്പൊറാഞ്ചിയം. വാട്ട് ഈസ് മെഗാസ്പൊറാഞ്ചിയം? അതായത് ഒവ്യൂളും പ്ലാസന്തുമായിട്ട് കണക്ട് ചെയ്യണ, അതല്ലെങ്കിൽ അത് അറ്റാച്ച് ചെയ്യണ ഒരു സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഓക്കെ, ദാറ്റ് ഒവ്യൂൾ ആൻഡ് പ്ലാസന്ത ഈസ് attached by a stalk called funicle. And ഈ ഒവ്യൂളിൻ്റെയും ഫ്യൂണിക്കലിൻ്റെയും ഫ്യൂസ് ചെയ്യുന്നൊരു ജംഗ്ഷൻ ഉണ്ട്. അതായത് ഒവ്യൂളും ഫ്യൂണിക്കളും കൂടെ വന്ന് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈലം. ഓക്കെ, ആൻഡ് ഈച്ച് ഒവ്യൂളിന് 1 or 2 പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവാം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റിജുമെൻസ് ആൻഡ് വിച്ച് കവർ ദ റെസ്റ്റ് ഓഫ് ദ ഒവ്യൂൾ എക്സെപ്റ്റ് സ്മോൾ ഓപ്പണിംഗ് കോൾഡ് മൈക്രോപൈൽ. അതായത് മൈക്രോപൈലിൻ്റെ എൻഡിൽ എന്താണ്? ചെലാസൽ എൻഡ് ഉണ്ട്. ആ ചെലാസൽ എൻഡ് എന്ത് റെപ്രസെൻ്റ് ചെയ്യും? അത് ഒവ്യൂളിൻ്റെ ബേസിൽ പാർട്ടാണെന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗേമറ്റോഫൈറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അറിയോ? അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. അതായത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ ന്യൂക്ലിയസ്. എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്താണ് അവർ കാണപ്പെടുക, അല്ലെങ്കിൽ അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷൻ. ഹൗ ഈസ് എംബ്രിയോ സാക്ക് ഫോംഡ്? അതായത് ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ് ചെയ്യും, മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. മൈറ്റോസിസ് മിയോസിസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം ഐ എം നോട്ട് ഗോയിങ് ടു ദ എക്സ്പ്ലനേഷൻ ഓഫ് ദിസ്. സോ എന്താണ്? ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ് ചെയ്യും, മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്? 2 ന്യൂക്ലിയയും ഉണ്ടാവും. ഈ 2 ന്യൂക്ലിയൈ ഫോം ചെയ്യുമ്പോൾ ഒരു ന്യൂക്ലിയൈ ഒരു സൈഡിലേക്കും ഒരു ന്യൂക്ലിയൈ ഒരു സൈഡിലേക്കും ഒബ്വിയസ്ലി മാറുമല്ലോ. രണ്ടും ഒരുമിച്ച് നിൽക്കില്ല. ഒരു ന്യൂക്ലിയസ് ഒരു പോളിലേക്കും ഒരു ന്യൂക്ലിയൈ ഒരു പോളിലേക്കും പോകും. അപ്പം ഈ 2 പോളിലേക്കും പോവ് ചെയ്യുന്ന ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഫോംസ് എ എംബ്രിയോ സാക്ക്. ഈ 2 പോൾ ഫോം ടു എ ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക്. ആൻഡ് ഇനിയും മൈറ്റോട്ടിക് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. അപ്പം എന്താക്കും? 8 ന്യൂക്ലിയേറ്റ് ആവും. എന്നിട്ട് എന്താക്കും? എംബ്രിയോ സാക്ക് ആൻഡ് ഈച്ച് ഓപ്പോസിറ്റ് ഹാസ് 4 ന്യൂക്ലിയസ് ഗ്രൂപ്പ്. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് ഒബ്വിയസ്ലി ഡബിളായി പോകും. ഓക്കെ, നെക്സ്റ്റ് ഇസ് പോളിനേഷൻ. പോളിനേഷൻ എങ്ങനെയാണ് നടക്കുക? വാട്ട് ഈസ് ആക്ച്വലി പോളിനേഷൻ? അതായത് ഈ പോളൻ ഗ്രെയിൻസിനെ ഒരു ആന്തറിൽ നിന്നും
ഒരു ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിൽ നിന്നും, അതായത് ഒരേ ടൈപ്പുള്ള ഒരു ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിൽ നിന്നും അതേപോലത്തെ വേരിയസ് ടൈപ്പുള്ള ഒരു ആന്തറിലേക്കും സ്റ്റിഗ്മയിലേക്കും പോകുന്ന ആ പ്രോസസ്സിൻ്റെ പേരിനാണ് നമ്മളെന്ത് പറയുക, പോളിനേഷൻ എന്ന് പറയാം. And the specialists engaged in moving pollen grains are birds, winged creatures and water. എങ്ങനെയാണ് പോളിനേഷൻ നടക്കുക? ഒന്നെങ്കിൽ ബേർഡ്സ്, ഒരു ബേർഡ് വന്ന് ഒരു ഫ്ലവറിൻ്റെ അവിടെ ഇരുന്നു, എന്നിട്ട് അതിലുള്ള പോളൻ ഗ്രെയിൻ അതെന്തായി ട്രാൻസ്ഫർ ചെയ്ത് എന്നിട്ട് വേറൊരു ഫ്ലവറിൻ്റെ മുകളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്താകും, അവിടെ പോളിനേഷൻ നടന്നു ബൈ മീൻസ് ഓഫ് ബേർഡ്സ്. അല്ലെങ്കിൽ വിൻഡ്, നല്ലതായിട്ട് കാറ്റ് വീശുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. അല്ലെങ്കിൽ എനി മീൻസ് ഓഫ് വാട്ടർ, ക്രിയേച്ചേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രിയേച്ചേഴ്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ എന്താണ് പോളിനേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നൗ വാട്ട് ഈസ് ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ? ഓട്ടോഗമി പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ, അതായത് അതായത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. അതായത് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക്, അത് ഒരേ ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോകുന്ന ദാറ്റ് മീൻസ് ഒരേ ഫ്ലവറാണ്, ആ ഒരേ ഫ്ലവറിൻ്റെ എന്താണ് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോകുന്ന ആ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓട്ടോഗമി എന്ന് പറയുക. ദാറ്റ് ഇസ് സെൽഫ് പോളിനേഷൻ. ആൻഡ് അതിനെന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ആന്തറും സ്റ്റിഗ്മയും എന്താണ് ക്ലോസ്ലി ആയിരിക്കണം, അതായത് അവർ നല്ല ദൂരത്താവാൻ പറ്റില്ല, ലൈറ്റ് ക്ലോസ് ടു ഈച്ച് അതർ. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓക്സാലിസ്, കമോലിന എക്സെട്ര. ഓക്കെ, now chasmogamous, that means open flower. എന്താണ് chasmogamous? flowers with exposed anther and stigma. അതായത് അവരുടെ ആന്തർ ആൻഡ് സ്റ്റിഗ്മ എന്തായിരിക്കും, എക്സ്പോസ്ഡ് ആയിരിക്കും. now what is cleistogamous? that is closed, that ആ ഫ്ലവർ എന്താണ് ഓപ്പൺ ആവുകയേ ചെയ്യില്ല, they are always closed. പിന്നെ gynetogamy, that means cross pollination, that is the pollen grains from another anther of one flower to the stigma of another flower in the same plant, and it requires pollination agent. cross pollination ആണ് pollination agent ഉണ്ടാവുക. pollination agent ആരൊക്കെ ആവാം, നമ്മൾ നേരത്തെ പഠിച്ച എന്തൊക്കെ ആവാം, ബേർഡ്സ് ആവാം, വിൻഡ് ആവാം, വാട്ടർ ആവാം, ക്രിയേച്ചേഴ്സ് ആവാം. ഇനി xenogamy means cross pollination, that is the process of transfer of pollen grains from anther of stigma of different plant. മറ്റൊരു പ്ലാന്റിൽ നിന്ന് ആന്തറിന് സ്റ്റിഗ്മയിലേക്കുള്ള ആ ഒരു പോളിനേഷനാണ് നമ്മളെന്ത് പറയുക, ക്രോസ് പോളിനേഷൻ. ആൻഡ് അതെന്താക്കാം, ജനറ്റിക് ഡിഫറൻസസ് ഉണ്ടാകും, ബിക്കോസ് രണ്ട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് അല്ലേ, അപ്പം ദേ ഹാവ് എ ജനറ്റിക് ഡിഫറൻസസ്. ഓക്കെ, നൗ വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ്. ആന്തറിന് സ്റ്റിഗ്മയിലേക്ക് പോകുന്നത്, ദാറ്റ് ഈസ് ഓൾ പ്രീ ഫെർട്ടിലൈസേഷൻ. നോ ഫെർട്ടിലൈസേഷനിൽ വരുമ്പം അതായത് സിനർജറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ പോളൻ ട്യൂബ് റിലീസസ് രണ്ട് മെയിൽ ഗേമേറ്റ്സ് റിലീസ് ചെയ്യും. അത് എന്തിലേക്കാണ് റിലീസ് ചെയ്യുക, സൈറ്റോപ്ലാസത്തിലേക്കാണ് രണ്ട് മെയിൽ ഗേമേറ്റ്സിനെ അവർ റിലീസ് ചെയ്യാം. എന്താണ്, ഒരു മെയിൽ ഗേമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈക്കോട്ടിനെ ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, സിംഗമി. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദേ ക്യാൻ ആസ്ക് യു. സോ സിംഗമി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഒരു മെയിൽ ഗേമേറ്റ് ഫ്യൂസ് ചെയ്ത്, അത് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈക്കോട്ട് ഫോം ചെയ്യും. ആ സൈക്കോട്ട് എന്താണ് പിന്നീട് എംബ്രിയോ ആയിട്ട് പറയും, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിംഗമി. സോ മെയിൽ ഗേമേറ്റ് പ്ലസ് എക്സെൽ ഗിവ്സ് യു സൈക്കോട്ട്. ദാറ്റ് സൈക്കോട്ട് ക്യാൻ ചേഞ്ച് ടു എൻ എംബ്രിയോ ആൻഡ് എംബ്രിയോ ഇൻ ടു plant. Okay, now what is triple fusion? The other male gamete fuses with two polar nuclei. ഒരു മെയിൽ ഗേമേറ്റ് രണ്ട് പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം, അതായത് 3N ഫോം ചെയ്യും. 3N എൻഡോസ്പേം ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, അതിന് നമ്മളെന്ത് പറയും, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. അതായത് മെയിൽ ഗേമേറ്റ് പ്ലസ് ടു പോളാർ ന്യൂക്ലിയൈ മീൻസ് N+N. എന്നിട്ട് അതെന്താക്കും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അപ്പോൾ എന്താവും, N+N എന്ന് പറയുമ്പോൾ 3N ആവും. ഈ 3N എന്തായിട്ട് മാറും, എൻഡോസ്പേം ആയിട്ട് മാറും. അപ്പോൾ എന്തായി, അതിനെ നമ്മളെന്ത് വിളിക്കും, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കും. ആൻഡ് ഈ സിംഗമി, അതായത് ഒരു മെയിൽ ഗേമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈക്കോട്ട് ഫോം ചെയ്ത് ആ സൈക്കോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറും. ഇതിന് നമ്മൾ എന്താ പറയുക, സിംഗമി എന്ന് പറയും. ഈ സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ഒരുമിച്ച് നടക്കുന്ന സമയത്ത് എന്താണ്, അതായത് ഒരു എംബ്രിയോ സാക്കിൽ തന്നെ ട്രിപ്പിൾ ഫ്യൂഷനും എന്താണ് സിംഗമി ഒരുമിച്ച് നടക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുക, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, so they can ask you for your +2 exam double fertilization എന്താണ് ചോദിക്കാം. So it is the fusion of syngamy and triple fusion that occur in the embryo sac is called double fertilization.
ഇനി എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ? ഓക്കെ, അതായത് ഫെർട്ടിലൈസേഷനെ കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടാവുക? ഓക്കെ, following the double fertilization, the event of endosperm and embryo development, maturation of ovule into seed and the ovary into fruit are collectively termed as post fertilization. So fertilization കഴിഞ്ഞാൽ എംബ്രിയോസ്പേം എന്താണ്, എൻഡോസ്പേം എംബ്രിയോ ഡെവലപ്മെൻ്റ് ആയിട്ടും ഒവ്യൂള് സീഡായിട്ടും ഓവറി ഫ്രൂട്ടായിട്ടും മാറും. ഓക്കെ, ഈ എല്ലാതും, അതായത് ഒവ്യൂള് സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ആൻഡ് ഇവർ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടാവുക? ഓക്കെ, നൗ എൻഡോസ്പേംസ്. സോ എൻഡോസ്പേംസ് എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം സെൽസ് ആർ ഫിൽഡ് വിത്ത് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ. അവരെന്തിനാണ് ഇത് റിസർവ് ചെയ്ത്, ഫുഡ് മെറ്റീരിയൽസ് റിസർവ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ദ യൂസ് ഫോർ ദ ന്യൂട്രീഷൻ ഓഫ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അതായത് ആ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് ന്യൂട്രീഷൻ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ എന്താണ് അവരിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ദിസ് എംബ്രിയോ, ഡെവലപ്പിംഗ് എംബ്രിയോ, അതിൽ 2 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അണ്ടർഗോസ് സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻ ടു ഗീവ് റൈസ് ടു ഫ്രീ ന്യൂക്ലിയൈ. ദിസ് ഈസ് കോൾഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അതായത് സാധാ നമ്മളുടെ പ്രൈമറി എൻഡോസ്പേം എന്താവും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്താവും, ഒരു ന്യൂക്ലിയർ ഡിവിഷന് പോവും. ആ ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും, ഒരു ഫ്രീ ന്യൂക്ലിയൈഡിന് ഉണ്ടാക്കും. ഈ ഫ്രീ ന്യൂക്ലിയൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ ഈ സെൽ വാൾ ഫോർമേഷൻ. അതായത് സെൽ വാൾ ഫോർമേഷൻ ഒക്കേഴ്സ് ആൻഡ് ദ എൻഡോസ്പേം ബിക്കംസ് സെല്ലുലാർ. അതായത് ഈ ന്യൂക്ലിയസ് എന്താണ്, സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷനൊക്കെ കഴിഞ്ഞിട്ട് സബ്സിക്വൻ്റ്ലി സെൽ വാൾ ഫോം ചെയ്യും. ഈ സെൽ വാൾ ഫോം ചെയ്തിട്ട് ഈ എൻഡോസ്പേം എന്താവും, അത് സെല്ലുലാർ ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മളെന്ത് പറയുക, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. So it is a very small chapter. That's the end of the chapter. These are the very important topics of this chapter. In the +2 as well as entrance exam ചോദിക്കുന്ന important points, important parts എടുക്കാനൊക്കെ I included all of this. അതിൽ important you have to learn about the structure of flower. Structure of flower മനസ്സിലായാലാണ് മൊത്തം you get the idea of this chapter. Otherwise it is a lot of confusion. സോ മക്കളെ നല്ലോണം പഠിക്കുക. ആൻഡ് നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം ഒബ്വിയസ്ലി എഴുതണം. അതിന് നമ്മൾ ആദ്യം നല്ലോണം പഠിക്കണം. മേക്ക് എ ഹാബിറ്റ് ഓഫ് സ്റ്റഡിങ് എവറി ഡേ. ഐ മീൻ യു ഡോണ്ട് ഹാവ് ടു സ്ട്രെസ് യുവർ സെൽഫ്. Be cool, be very relaxing, enjoy your +2 journey. All that is very important, but still make sure that you get into best universities, because if you get into best university you will have a best career, best, all the things are very good for you. So future തന്നെ നിങ്ങൾ സേഫ് ആക്കുക. So for that, so that's end of this today's chapter. So എല്ലാവരും നല്ലോണം പഠിക്കുക and make a habit of making a notes, making small, I mean not a very big notes, but ചെറിയ points ഉണ്ടാക്കി വെക്കുക so that you don't forget. ലൈക്ക് ഒരിക്കലും നിങ്ങൾ പഠിച്ചത് അതായത് പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കാൻ വേണ്ടി പഠിക്കരുത്. ലൈക്ക് യു ഷുഡ് ബി, ഇപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ വെൻ യു ഗെറ്റ് ഇൻ ടു എ ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഫ്ലവർ കാണുമ്പോഴൊക്കെ യു ഷുഡ് റിമെമ്പർ, ഓ അവർ പോളിനേഷൻ നടക്കുന്നുണ്ടാവും, പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ഓഫ് ലേണിംഗ് ഇൻ എ റിയൽ ലൈഫ്. അതായത് എല്ലാം ജസ്റ്റ് എന്താണ് കാണാതെ പഠിച്ച് ഡോണ്ട് ജസ്റ്റ് ഗോ memorize everything and just vomit on your answer sheet. So other than that, make it a habit of learning in a real life way. So that's end of today's chapter. So till then, bye bye.